നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വചനവും അതിൻ്റെ പ്രയോജനങ്ങളും നമ്മളെടുത്തിരിക്കുന്ന കീ വചനം സങ്കീർത്തനങ്ങൾ 119 നിധിയിൽ കിടക്കുന്ന കുറേ മുത്തുകൾ നമ്മൾ പെറുക്കിയെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ദൈവവചന ഭാഗത്തിലേക്ക് വന്നിട്ട് തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 119 54 വാക്യം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ചേർന്നൊരു ആമേൻ പറയാം. ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ വീട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയാണ്. പക്ഷെ തറവാട് ഇതല്ല. നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീസ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിലൊരു ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അത് നീ തന്നെ ചെയ്യണം. നമ്മൾ പറഞ്ഞ് നിർത്തിയത് ധനവാന്റെയും ലാസറിൻ്റെ ഉപമയാണ്. ധനവാന് എല്ലാ കാര്യങ്ങളിലും സമയമുണ്ടായിരുന്നു, പക്ഷേ വീസ എടുക്കുന്ന കാര്യത്തിൽ മാത്രം ധനവാന് സമയമില്ലായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ധനവാന് നിശ്ചിതയിൽ കടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ കർത്താവിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാക്കണം. കർത്താവിൻ്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം അനുസരിക്കാതെ ആർക്കും നിത്യതയിൽ കടക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ളതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷം നിത്യത പ്രാപിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ആചാര അനുഷ്ഠാനങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ടെങ്കിലും ഇതേവരെ ആരും നിത്യതയിൽ കടന്നിട്ടില്ല എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിനെ ആരും ചോദ്യം ചെയ്യാൻ പോകാറില്ല. കാരണം എന്താ? തലമുറയായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാനമാണ്. അത് അനുഷ്ഠാനമായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ കീർത്തനമാകുന്നു. ഹല്ലേലൂയ. 13 പോയിന്റിലേക്ക്, നിധിയിലേക്ക് നമുക്ക് വരാം. സങ്കീർത്തനങ്ങൾ 119 56. യഹോവയുടെ കൽപ്പനകൾ നമുക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് ശീലമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്ന. ആവർത്തന പുസ്തകം 17 അധ്യായം 19 വാക്യം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ അനുസരിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അവൾ ആയുഷ്കാലം മുഴുവനും വായിക്കേണ്ട ഒരേ ഒരു പുസ്തകമേ ഈ ഭൂമിയിലുള്ളൂ. അത് കർത്താവിൻ്റെ തിരുവചനം. ഒരു ലെഷർ ടൈമിന് ഒരു വേറെ ഒന്നും വായിക്കാനില്ലാത്ത കൊണ്ട് ഇത് വായിക്കാം എന്നല്ല, വേറെ ഒന്നുമില്ലെങ്കിലും ഇതുണ്ടായിരിക്കണം. അത് ആയുഷ്കാലവും വായിക്കേണ്ടതാണ്. ആ വചനം ഒന്നുകൂടെ വായിക്കാം. ആവർത്തനം 17 19. ഞാനിന്ന് ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവനനുസരിച്ച് നടന്ന്. അപ്പോൾ സഹോദര, നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ 66 പുസ്തകം, 77 പുസ്തകമല്ല, 66 പുസ്തകം, അത് ഒന്നും അടിച്ചു മാറ്റാതെ കൂട്ടിച്ചേർക്കാതെ ഇത് പ്രമാണിക്കാനുള്ളതാണ്, തർക്കിക്കാനുള്ളതല്ല, വെല്ലുവിളിക്കാനുള്ളതല്ല, നിന്റെ ബുദ്ധിഗുസ്തി കാണിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. കർത്താവിന് വേണ്ടത് ജ്ഞാനികളെയല്ല, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവിടുന്ന് പോഷന്മാരെ തിരഞ്ഞെടുത്ത്. അവിടെ അങ്ങോട്ട് കരങ്ങൾ കൊടുത്തേ, കർത്താവിൻ്റെ മുമ്പിൽ ഞാനൊരു പോഷനാന്ന് പറ.
ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ഹല്ലേലൂയ. വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ പുസ്തകത്തിലെ 2 വാക്കറിഞ്ഞാൽ നീ ജ്ഞാനിയാ, നീ പണ്ഡിതനാ. സ്തോത്രം. ചിലരൊക്കെ ബൈബിളിനെ കുറിച്ച് PhD DD വരെയൊക്കെ എടുത്തിട്ട് ഒരു വാക്യം പോലും അറിയത്തില്ല. സ്തോത്രം. എന്നാൽ സാധാരണക്കാരൻ, ഈ കുമ്പളങ്ങി ഭാഗത്ത് ഒരു സംഭവം ഉണ്ടായി, ഒരു പള്ളിയിലൊരു സംഭവം ഉണ്ടായി. കരിസ്മാറ്റിക്കിനെയൊക്കെ ഒതുക്കാനായിട്ട് ഒരു അച്ഛൻ, കരിസ്മാറ്റിക്കിൽ നിൽക്കുന്നവരൊക്കെ കുറച്ച് അച്ഛന്മാരെക്കാൾ കൂടുതൽ തെളിഞ്ഞിങ്ങനെ വരുന്ന സമയം. അപ്പോൾ കരിസ്മാറ്റിക്കിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു പുരോഹിതൻ തന്നെയാണ്. ആൾക്കാരിങ്ങനെ ഇരിക്കുന്നതിൻ്റെ സമയത്ത് അച്ഛനൊരു വചനം പറഞ്ഞു. ആ വചനം തെറ്റിപ്പോയി. കേട്ടുകൊണ്ടിരുന്ന അമ്മൂമ്മ എണീറ്റ് പറഞ്ഞു, അച്ഛാ വചനം അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ തന്നെ. പുരോഹിതനേക്കാൾ ദൈവവചനത്തിൽ ജ്ഞാനമുള്ളവരാണ് എന്ന് സാധാരണക്കാർ. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതകാലം മുഴുവൻ, നിൻ്റെ ആയുഷ്കാലം മുഴുവൻ നീ വായിക്കേണ്ട ഒരേ ഒരു ഗ്രന്ഥം കർത്താവിൻ്റെ വചനം. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന യുദ്ധം മുഴുവനും ആർക്കെതിരാണെന്നറിയാം? ആർക്കെതിരായിട്ടാണ്? നമ്മുടെ കർത്താവിനെതിരായിട്ടാ. സ്തോത്രം. ജനങ്ങൾ ഭയപ്പെടുന്ന ആരെ? കർത്താവ് യേശുവിനെയാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ വചനം അനുസരിക്കുന്നവരെ ഒതുക്കാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയെ ഒതുക്കാൻ ഈ ഭൂമിയിൽ ഏതെല്ലാം ഗ്രൂപ്പ് വന്നാലും ശരി, ഒതുക്കും തോറും കർത്താവ് ഒരുക്കിക്കൊണ്ടേയിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സഹോദരാ, ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിയെ നിനക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം ഈ പുസ്തകം ഉള്ളിടത്തോളം കാലം എൻ്റെ കർത്താവിനെ ആർക്കും ഒതുക്കാൻ പറ്റില്ല. നിരീശ്വരവാദി പറഞ്ഞു, യേശുവും ബൈബിളും അധികകാലം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നീഷെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ബൈബിൾ കോളേജാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ ചൈന, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഗവൺമെൻറ്റിനെ പേടിച്ച പലരും പരസ്യമായി വചനം വായിക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണെന്ന് പലർക്കും പേടിയാണ്. പക്ഷേ രഹസ്യമായി കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വായിക്കേണ്ടത് നിന്റെ ആയുഷ്കാലം മുഴുവൻ. ഒരു രാജ്യത്തെ അനുഗ്രഹിക്കുന്ന പുസ്തകമാണിത്. ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പുസ്തകമാണിത്. ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്ന പുസ്തകമാണിത്. ഹല്ലേലൂയ. രാജ്യത്തിന് പോലും ഭരിക്കേണ്ട ആലോചന പറഞ്ഞു കൊടുക്കുന്ന പുസ്തകമാണിത്. രാജാവിന് എങ്ങനെ രാജ്യത്തെ ഭരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആലോചന ഈ പുസ്തകത്തിൻ്റെ അകത്തുനിന്നാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 17:19 ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കും. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ അനുസരിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അറിയുന്നവൻ ഒരു കാര്യം വ്യക്തമായി ഹൃദയത്തിൽ കുറിച്ചിടണം. എനിക്കും നിനക്കും ദൈവഭയമുള്ളവരായിരിക്കണം. അങ്ങോട്ട് ഇടും കരങ്ങൾ കൊടുത്ത്. കരങ്ങൾ കുറഞ്ഞ പക്ഷം ദൈവത്തിനെങ്കിലും ഭയപ്പെടണമെന്ന് പറ. സ്തോത്രം. പിശാചിനെ പേടിയില്ലേ? പിശാചിന് നമ്മളെ പേടിയാണ്. വിശ്വാസിയെ പിശാചിന് പേടിയാണ്. വിശ്വാസിക്ക് പേടിയില്ലാത്തത് ദൈവത്തെ മാത്രം. നീ ദൈവത്തിൻ്റെ വചനം അറിയുന്തോറും നിനക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഫിയർ ഓഫ് ഗാഡ്, ദൈവഭയം.
എന്ന ആത്മീയ ഗോളത്തിലെ ഈ സംഘടനവും പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന കോസ്, ഒരു പ്രധാന കാരണം ദൈവഭയമില്ല എന്നുള്ളതാണ്. ആ വചനം ഒന്നുകൂടെ വായിക്കാം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ അനുസരിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലെവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 44-ഉം 45-ഉം വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. മതി. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ബുദ്ധിയും പരിജ്ഞാനവും ഉള്ള വ്യക്തി ജീവനുള്ള ദൈവത്തെ അല്ലാതെ ഒരു വിഗ്രഹത്തെയും അവൻ ആരാധിക്കില്ല. ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും അവൻ മുട്ടുമടക്കില്ല. 45-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിജ്ഞാനവും ബുദ്ധിയും നമ്മളിലേക്ക് ദൈവം തരുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ്, ദൈവിക ജ്ഞാനത്തിൽ വളരാനാണ്. ദൈവിക ജ്ഞാനത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മാത്യു 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായി ആകുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരായിരിക്കണം. ആ ഒരു നന്മയിൽ വളരാനാണ് ദൈവവചനം വായിക്കുമ്പോൾ ബുദ്ധിയും ജ്ഞാനമുള്ളവരായി നമ്മൾ മാറുന്നത്. ഈ ജ്ഞാനമാണ് നമ്മളെ ദൈവമക്കളായി ഒരു പടി കൂടി കർത്താവിനോട് ചേർന്ന് നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാൻ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരരെ, ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യം മൂലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീക ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളിയുടെ ഗൗരവം അനുസരിച്ച്, ദൈവവചനം വായിക്കുന്നതനുസരിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ 119-ന്റെ 56-ാമത്തെ ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് ശീലമായിരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് ശീലമായിരിക്കുന്നു. എന്തിനാ വചനം അനുസരിക്കുന്നത്? എന്തെങ്കിലും ഒരു ഭൗതിക നന്മ കിട്ടാനല്ല, അത് ബോണസായിട്ട് കർത്താവ് തരും. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുന്നത് നാം അവനോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനാണ്. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് നിൻ്റെ ആയുഷ്കാലം മുഴുവന് ഇത് നീ പഠിക്കുകയും വായിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വേറെ എന്തുപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിക്കരുത്. കാരണം നമ്മളെ നിത്യതയിൽ കൊണ്ട് എത്തിക്കുന്നത് ഈ പുസ്തകം മാത്രമാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ഭൗതിക ശരീരത്തിൽ തൻ്റെ മരണത്താൽ അനുരഞ്ജിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഇത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്തിനാ? കർത്താവ് തൻ്റെ ആ തിരുരക്തം നമുക്ക് തന്നതെന്തിന്? നമ്മളെ അവൻ്റെ കൂടെ എന്നും നിത്യതയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യാത്രയിൽ ഈ പുസ്തകം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 32:8. സങ്കീർത്തനങ്ങൾ 32:8. നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും,
നടക്കുന്ന ഞാൻ വഴി നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി നിന്നെ അഭ്യസിപ്പിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിന്നെ അഭ്യസിപ്പിക്കാം. ആ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആ. നിന്നെ ഉപദേശിക്കാം. ആലോചന പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ഒരു ആലോചന എടുക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകണ്ട. ദൈവവുമായിട്ട് നിനക്കൊരു ആഴത്തിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. അതിനൊരു പ്രത്യേകിച്ച് പ്രവാചകൻ്റെ മുമ്പിൽ പോയിരുന്നോ കൈനീട്ടേണ്ട ആവശ്യമില്ല. നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാൻ ദൈവം ഉള്ളപ്പം ഒരു മരിച്ചു പോകുന്ന മണ്ണാങ്കട്ടിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ഭീഷണിയായി, വെല്ലുവിളിയായി. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാം എന്ന് കർത്താവ് പറയുമ്പം ആ ആലോചന കേൾക്കണമെങ്കിൽ ഈ ദൈവവുമായി ഹാനോക്കിനെ പോലെ ആഴത്തിലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അത് സാധ്യമാണ്, അസാധ്യമല്ല, സാധ്യമാണ്. കർത്താവുമായിട്ടൊരു നടപ്പ്. കർത്താവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ദൈവം തൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. 14-ാമത്തെ മുത്തിലേക്ക് നമുക്ക് പോകാം. സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 98. അവൻ്റെ കൽപ്പനകൾ നമ്മെ നമ്മുടെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. അവൻ്റെ കൽപ്പനകൾ നമ്മളെ നമ്മുടെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാന്മാരാക്കുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. നിയമാവർത്തനം അല്ലെങ്കിൽ ആവർത്തനം, ഡ്യൂട്രോണമി 4-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമാണ്. ഇനിയും ബൈബിൾ എഴുതാനൊന്നുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്. ഹല്ലേലൂയ. ചിലർ പഠിപ്പിക്കുന്നത് ഇനിയും എഴുതാൻ കിടക്കണം എന്നാണ്. ഹല്ലേലൂയ. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എഴുതണമെങ്കിൽ ഈ പുസ്തകമൊന്നും പോരാ, ഈ ലോകം മുഴുവനും ഒരു പുസ്തകമായിട്ട് തീർന്നാലും എഴുതി തീരത്തില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി എഴുതാൻ കിടക്കുന്നത്. എന്നെ നിന്നെയും സ്വർഗത്തിലെത്തിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. നമുക്കാവശ്യമുള്ളത് ദൈവം ഇതിൻ്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട്. ഇനി ഒന്നും പ്രത്യേകിച്ച് എഴുതി കൂട്ടേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ബൈബിളിൻ്റെ ആവശ്യമില്ലെന്നായി പറഞ്ഞത്. സ്തോത്രം. പുതിയ ഒരു ബൈബിൾ അടിച്ച് ഇറക്കേണ്ട കാര്യം എല്ലാ അതിൻ്റെ അകത്ത് ടാഗോറിൻ്റെയും ഗാന്ധിജിയുടെയും മറ്റു മഹാന്മാരുടെയും വാക്കുകൾ കേട്ടേണ്ട കാര്യമില്ല. ടാഗോർ വെറും ഒരു മനുഷ്യനാണ്, ഗാന്ധിജിയും വെറും ഒരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ കർത്താവ് മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അവൻ്റെ വചനത്തോടൊന്നും കൂട്ടുചേരുക, കുറയ്ക്കുകയും ചെയ്യരുത്. വായിച്ചോ. ബാൽ പെയോറിൻ്റെ കാര്യത്തിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ബാൽ പെയോറിനെ പിന്തുടർന്നവരെ എല്ലാം നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി. അപ്പോൾ ദൈവത്തോട്, ദൈവവചനത്തിൽ നിന്ന് പോകാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നവരെല്ലാം ഇപ്പോഴും ജീവിക്കുന്നു. സ്തോത്രം. അന്നത്തെ കാര്യമാണ്. ഇന്നും ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നീ നടക്കാതെ കർത്താവിൻ്റെ വചനമനുസരിച്ച് നടന്നാൽ, സ്തോത്രം, നീയും അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനഭാഗത്തേക്ക് വരാം. 5.
നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് ആ. നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി ആ. എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു യാത്രയുണ്ടായിരുന്നു. മിസ്രൈം ദേശം വിട്ട് അവർ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്ത് അവരെ നയിച്ചത് ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ്. അതേ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് വാഗ്ദത്ത ദേശത്തെ എത്താൻ ദൈവം തന്നിരിക്കുന്ന പുസ്തകമാണിത്. അതനുസരിക്കുമ്പോൾ വായിക്കാം. അവയെ പ്രമാണിച്ച് നടക്കുവിൻ. ഇത് തന്നെയല്ലോ ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കയ്യിലിരിക്കുന്ന പുസ്തകമാണ് നമ്മളെ ജ്ഞാനികളാക്കുന്നത്, വിവേകമുള്ളവരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കതയിൽ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 119 സങ്കീർത്തനം 1 വാക്യം. എന്തിനാ ഈ വചനം തന്നിരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കനായവൻ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് വീണ്ടും അതേപോലെ നടക്കാനല്ല. ഈ പുസ്തകം കയ്യിൽ തന്നത് നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മളെ നിഷ്കളങ്ക മാർഗത്തിൽ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ വചനങ്ങൾ നീ അനുസരിച്ചാൽ ജാതികൾ നിന്നെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ജാതി വായിക്കാം. 5 ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പറഞ്ഞതുപോലെ ഒന്നും അടിച്ചു മാറ്റാതെ ദൈവം എന്തു പറഞ്ഞോ അത് അതേപോലെ ജനത്തിനോട് മോശ പങ്കുവെച്ചു. താഴെ വായിക്കാം. അവയെ പ്രമാണിച്ച് നടക്കുവിൻ. ഇത് തന്നെയല്ലോ ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എഴുതി കയ്യിൽ തന്നിരിക്കുന്ന ഈ 66 പുസ്തകം അനുസരിച്ച് നടക്കുമ്പോൾ ജാതികൾ സ്തോത്രം അവരെക്കാൾ ജ്ഞാനികളും അവരെക്കാൾ ബുദ്ധിയുള്ള മക്കളുമായിട്ട് ജീവിക്കുവാനാണ് ദൈവം ഈ വചനം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ അങ്ങനെയാണോ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം എന്ന് വേണം ശോധന ചെയ്യാൻ. സ്തോത്രം. താഴ്ത്തു വായിച്ചേ. ഈ ശ്രേഷ്ഠ ജനത ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജനത ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ ജ്ഞാനികളാക്കി മാറ്റുകയാണ്, ശ്രേഷ്ഠ ജാതിയാക്കി മാറ്റുകയാണ്. ശ്രേഷ്ഠ ജാതി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ പലപ്പോഴും ഈ ശരിയായിട്ടുള്ളൊരു അനുഭവം എന്തെന്നറിയാത്തവർ ആഭരണം ഊരിയവരാണ് പെന്തക്കോസ് എന്നും ആഭരണം ഇടുന്നവർ പെന്തക്കോസ് അല്ല എന്നുള്ള ഒരു ചിന്ത വരുന്നത്. നീ ഊരിയാലും ഇട്ടാലും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നടക്കുന്നവനാണോ നീ? ഈ ബാഹ്യമായ ഒരടയാളത്തിൽ ഒരു വ്യത്യാസമില്ല. ഹല്ലേലൂയ. അത് ആത്മാവിൻ്റെ ഒരു അനുഭവത്തിൽ പുതുക്കത്തിൽ നടക്കുന്ന ഒരനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആഭരണം ഇട്ടവർ ആഭരണം ഊരിയവരെക്കാൾ ഒരു പടി കൂടി ശ്രേഷ്ഠരാണെന്ന് ചിന്തിക്കരുത്. ആഭരണം ഊരിയവർ ആഭരണം ഇട്ടവരെക്കാൾ ഒരു പടി കൂടി ശ്രേഷ്ഠരാണെന്ന് ചിന്തിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറരുത്. സ്തോത്രം. എൻ്റെയും നിൻ്റെയും ഹൃദയ പരിച്ഛേദനം നടക്കുന്നത്
ഈ വചനം ഉള്ളിൽ ഇറങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഈ ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ജാതികൾക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിൽ ജീവിക്കരുത്. മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ നാമത്തെ നിന്ദിക്കുന്ന രീതിയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, നമ്മൾ കർത്താവിൻ്റെ പത്രമാണെന്ന്. അപ്പോൾ പത്രമാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ വായിക്കുന്നതാണ്. ആ വായിക്കുന്നത് സത്യസന്ധമായിരിക്കണം. അപ്പോൾ ജീവിത സാക്ഷ്യമാണ്. അപ്പോൾ വചനമനുസരിച്ച് നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഒരു ശ്രേഷ്ഠ ജാതിയായി മാറുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്രയും ജ്ഞാനവും വിവേകവുമുള്ള ഈ ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? ഹല്ലേലൂയ. അപ്പോൾ അതൊരു പദവിയാണ്.